ഹായ് ഓൾ. നമുക്കൊരു 2 മിനിറ്റും കൂടി നോക്കാം. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ചെക്ക് പോയിന്റ് 5ന്റെ ലാസ്റ്റ് സെഷനാണ്. CI/CD-യുടെ ലാസ്റ്റ് സെഷനാണ് ആർഗോ. ആർഗോ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യൂബർനെറ്റ്സ് വെച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ഡിപ്ലോയ്മെന്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡിപ്ലോയ്മെന്റ്സ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആർഗോയിന്റെ ബാക്കി ഫീച്ചേഴ്സിനെ കുറിച്ച് നമുക്കൊരു ഓവർവ്യൂ തരാൻ വേണ്ടി ഇന്ന് റിമയാണുള്ളത്. റിമ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, ഡെവോപ്സ് മലയാളത്തിന്റെ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. കൂടുതൽ അതിനെക്കുറിച്ച് റിമ തന്നെ പറയായിരിക്കും. ബട്ട് സ്റ്റിൽ റിമ നമുക്ക് വേണ്ടി ഒരുപാട് സെഷൻസ് എടുത്തിട്ടുണ്ട്. ഫ്രം ദ അറൗണ്ട് 2-2.5 വർഷമായിട്ട് റിമ ഡെവോപ്സ് മലയാളത്തിന്റെ ഒരു ടീം കൂടെയാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. റിമ. Yes. Am I audible? Yes. Okay. Thank you, Varada. Let's get started. Okay. All right. So, ഇന്നത്തെ സെഷൻ നമുക്കറിയാം ആർഗോ CD ആണ്, which is a very famous tool, right? അപ്പോൾ നമ്മൾ മുന്നത്തെ സെഷനിൽ GitOps ആണ് അറ്റൻഡ് ചെയ്തത്, GitOpsഉം GitHub Actionsഉം. അപ്പം ഞാൻ കൂടെ ഉണ്ടായിരുന്നു മോഡറേറ്ററായിട്ട്. സോ ഐ നോ വാട്ട് ഈസ് കവേർഡ് ആൻഡ് ഓൾ. അതിന് മുന്നേ ഹെൽമും ഉണ്ട്. അപ്പം ബേസിക്കലി ഇന്നത്തെ ഒരു സെഷന് ഇറ്റ്സ് ബെറ്റർ ഇഫ് യു നോ ഹെൽം ടെംപ്ലേറ്റിംഗ് ആൻഡ് GitOps പ്രിൻസിപ്പിൾ. GitOps നമുക്കൊന്നുകൂടെ റിവൈസ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ബിറ്റ് ഓഫ് പ്രീ കോണ്ടെക്സ്റ്റ്. And I'll just say about myself. I work as a DevOps engineer at Tiber Innovations, and I've been part of DevOps Malayalam, as Varada said, for quite long. So yeah. Okay, let's start. അതിനു മുന്നേ ഇവിടെ ആർഗോ CD ലൈക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ലൈക്ക് യു ഹാവ് ഹേർഡ് അബൌട്ട് ഇറ്റ്, അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ ആർഗോ CD യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ കോണ്ടെക്സ്റ്റ് ഇല്ല, അതുകൊണ്ട് പഠിക്കാൻ വേണ്ടി വന്നു. ചാറ്റിൽ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാം എത്ര പേർക്ക് കോണ്ടെക്സ്റ്റ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ. എന്നിട്ട് നമുക്ക് അതിനകത്ത് സ്റ്റാർട്ട് ചെയ്യാം. സോ ഹലോ, ഹായ് ഓൾ. If you have used Argo CD or like you have heard about it or
you're here to explore, you can say it in chat. And then I'll start my, okay, not using. Okay. All right. Appo fresh aayittu padikam. It's cool. I'll start sharing my screen and I want to have a reply when it's visible. Okay. Okay, I'm sharing my entire screen. Okay. Is my screen visible? എനിക്ക് ചാറ്റിൽ പറഞ്ഞാൽ അറിയില്ല, ആരെങ്കിലും അഡ്മിറ്റ് ചെയ്ത് പറയണം കേട്ടോ. ഓക്കെ താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഹെൽമ സെഷൻ കേട്ടു, ഗിറ്റബ് ആക്ഷൻസിൻ്റെ സെഷൻ കേട്ടു. അപ്പോൾ നമ്മൾ ബേസിക്കലി പാക്കേജിങ് പഠിച്ചു. ഗിറ്റബ് ആക്ഷൻസ് വെച്ചിട്ട് CI പൈപ്പ് ലൈനിങ്, ബിൽഡ്, ടെസ്റ്റ് ആൻഡ് പുഷിങ് യുവർ ഇമേജസ്, അതിൻ്റെ ഡെമോയും ലാസ്റ്റിൽ കണ്ടു. ആൻഡ് ഗിറ്റോപ്സ് പ്രിൻസിപ്പിളിൻ്റെ ഒരു ഐഡിയയും നമുക്ക് കിട്ടി. ഇന്ന് നമ്മൾ ഗിറ്റോപ്സ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന വൺ ഓഫ് ദി വെരി ഫേമസ് ടൂളാണ് ആർഗോ CD. അപ്പോൾ നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചായിരിക്കും നോക്കുന്നത്. വിൽ ഓൾസോ സി എ ഡെമോ ഓൾസോ. സോ അതിന് മുന്നേ നമ്മൾ ലാസ്റ്റ് സെഷനിൽ ഗിരീഷ് പറഞ്ഞു, ലൈക്ക് എന്തൊരു ടൂളായാലും എന്തൊരു സൊല്യൂഷൻ ആയാലും അത് വരുന്നതിന് മുന്നേ ദെയർ മസ്റ്റ് ഹാവ് ബീൻ എ പ്രോബ്ലം, അല്ലെങ്കിൽ ആ സൊല്യൂഷൻ അല്ലെങ്കിൽ ആ ടൂൾ വരുന്നതിൽ എന്തെങ്കിലും കുറച്ച് ഫിക്സ് വരുത്താനായിരിക്കും അത് വന്നിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർഗോ CDക്ക് മുന്നേ, അല്ലെങ്കിൽ ആർഗോ CD ഇപ്പോൾ കുറേ പേര് യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞല്ലോ, അവരൊക്കെ എന്തായിരിക്കും കോമൺലി ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാതെ. സോ ബേസിക്കലി ഇപ്പോൾ കാണുന്നത് ഒരു പൈപ്പ് ലൈൻ്റെ സ്റ്റെപ്സ് ഓർ സ്റ്റേജസ് ആണ്. യു ക്യാൻ സി വെൻ ആൻ ആപ്ലിക്കേഷൻ സോഴ്സ് കോഡ് ഇസ് പുഷ്ഡ് ബൈ ഡെവലപ്പർ, ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നു. യു പാക്കേജ് ഇറ്റ്, യു ബിൽഡ് ദി ഇമേജ്, പുഷ് ഇറ്റ് ടു ഡോക്കർ, റെപ്പോ ഓർ വാട്ട് എവർ രജിസ്ട്രി യു ആർ യൂസിങ്. അതിനുശേഷം ഇപ്പം നമ്മൾ ഈ ഒരു CI/CD വർക്ക് ഫ്ലോ ലെറ്റ് ഇറ്റ് ബി എനിവെയർ, ചിലപ്പോൾ ജെങ്കിൻസ് ആവാം, ചിലപ്പോൾ ഗിറ്റ്ലാബ് ആവാം. അപ്പോൾ അത് ഏത് CI/CD സെർവറിലായാലും, ഏത് ഇപ്പോൾ ഗിറ്റബ് ആക്ഷൻസ് ആവാം, ഏത് CI പൈപ്പ് ലൈൻ ആയാലും കുഴപ്പമില്ല. നമ്മൾ അവിടെ ചെയ്യുന്ന എന്താ, ലൈക്ക് അവിടെ നിന്ന് രജിസ്ട്രി വരെ നമ്മൾ ഇമേജ് എത്തിയതിന് ശേഷം we have to authenticate into the cluster before we do kubectl apply or we patch the deployment file. അല്ലേ, ബേസിക്കലി കുബർനെറ്റിസിലോട്ട് ആപ്ലിക്കേഷൻ ഡിപ്ലോയ്മെന്റ് നടക്കുന്നത് നമ്മുടെ ഡിപ്ലോയ്മെന്റ് YAMLസിൽ അപ്ഡേറ്റഡ് ഇമേജ് ടാഗ് വരുമ്പോഴാണ്. അപ്പോൾ അപ്ഡേറ്റഡ് ഇമേജ് ടാഗ് നമ്മൾ എങ്ങനെയായിരിക്കും പാച്ച്, ഒന്നല്ലെങ്കിൽ പാച്ച് ചെയ്യും, ഇൻലൈൻ ആയിട്ട് പാച്ച് ചെയ്യും, അതല്ലെങ്കിൽ ഹെൽം അപ്ഗ്രേഡ് വെച്ചിട്ട് നമുക്ക് ടാഗ് ചേഞ്ച് ചെയ്തിട്ടും ഡിപ്ലോയ്മെന്റ്സ് നടക്കാം. And these are used as commands in the CI pipeline. ബേസിക്കലി അങ്ങനെയാണ് ചെയ്യുന്നത്. ആൻഡ് അത് നമ്മൾ ക്ലസ്റ്ററിലോട്ട് പുഷ് ചെയ്യുന്ന ചേഞ്ചസ്, റൈറ്റ്? അപ്പോൾ ഇവിടെ കാണുന്ന ഒരു പാറ്റേൺ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ പുഷ് ഡിപ്ലോയ്മെന്റ്. വി ഹാവ് എ CI/CD പൈപ്പ് ലൈൻ, നമ്മളെല്ലാ സ്റ്റെപ്സ് ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ ക്ലസ്റ്ററിലോട്ട് ഒതന്റിക്കേറ്റ് ചെയ്തിട്ട് ക്ലസ്റ്ററിലോട്ട് പുഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്ലസ്റ്ററിലോട്ട് ഡിപ്ലോയ് ചെയ്യുന്നു. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ ചോദിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇതിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാം. സോ ബേസിക്കലി ഇവിടെ CI പൈപ്പ് ലൈനിലാണ് CD പ്രോസസ്സസ് ജാം ചെയ്തിരിക്കുന്നത്. CD എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് പ്രോസസ്സ് ഇല്ല ഇവിടെ. CD എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആക്ച്വലി ഡിപ്ലോയ്മെന്റ് ഒരു ഇൻലൈൻ കമാൻഡ്സ് ആയിട്ട് ജാം ചെയ്തിട്ട് CI പൈപ്പ് ലൈനിലാണ്. സോ വി ആർ ഓവർ ബേർഡനിങ് അവർ CI പൈപ്പ് ലൈൻ. ഒരു ക്ലിയർ സെപ്പറേറ്റ് CI ആൻഡ് CD പ്രോസസ് ഇവിടെ നടക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറഞ്ഞു ക്ലസ്റ്ററിലോട്ട് ഒതന്റിക്കേറ്റ് ചെയ്യണം. ക്ലസ്റ്ററിലോട്ട് ഒതന്റിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ജെങ്കിൻ സെർവറാന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യണം, ക്ലസ്റ്ററിലോട്ട് ഒതന്റിക്കേറ്റ് ചെയ്യാനുള്ള ഒതന്റിക്കേഷൻ കീസും കാര്യങ്ങളും കൊടുക്കണം. അത് കഴിഞ്ഞപ്പോൾ AWSൽ ഒരു ക്ലസ്റ്റർ ആണെങ്കിൽ നമുക്ക് ഈ കേസിലോട്ട് AWSന്റെ ക്രെഡൻഷ്യൽസും വേണം. അപ്പോൾ ലെറ്റ്സ് സേ ജെങ്കിൻസ് നമ്മൾ സെൽഫ് ഹോസ്റ്റ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ നമ്മളെ നെറ്റ്വർക്കിൽ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷെ സ്റ്റിൽ വി ഹാവ് ടു ജനറേറ്റ് ദ ക്രെഡൻഷ്യൽസ് അറ്റ് ക്ലസ്റ്റർ എൻഡ്
and then provide it to whatever CI/CD or self-hosted servers you're using. Okay. Now, next is fire once, then build. Okay. Let's say നമ്മൾ ക്യൂബ്സീറ്റിൽ അപ്ലൈ അതല്ലെങ്കിൽ ഡിപ്ലോയ് ചെയ്തു. ഓക്കെ, ഈ പ്രോസസ്സിൽ ക്യൂബ്സീറ്റിൽ അപ്ലൈ വെച്ചിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ നമ്മൾ ഡിപ്ലോയ് ചെയ്തു. പക്ഷേ ഡിപ്ലോയ് ചെയ്തതിന് ശേഷം ആക്ച്വലി ആപ്ലിക്കേഷൻ ഹെൽത്തി ആണോ, അതല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ, അതല്ലെങ്കിൽ ലെറ്റ്സ് സേ നമ്മൾ ഇമേജ് ടാഗ് എല്ലാം പുഷായി, ടാഗും വന്നു, പക്ഷെ ഇമേജിൽ എന്തെങ്കിലും ലൈക്ക് എറേഴ്സോ കാര്യങ്ങളോ ഉണ്ടായി, ലൈക്ക് വാട്ട് എവർ ഇറ്റ് ക്യാൻ ബി. ആ കേസിൽ വി നെവർ നോ ആഫ്റ്റർ ഡിപ്ലോയിങ് ആപ്ലിക്കേഷൻ അപ്പാണോ അല്ലെങ്കിൽ നമ്മളെ കുബർനെറ്റിസിലെ റിസോഴ്സസ് ഹെൽത്തി ആണോ, അതൊന്നും നമ്മൾ അറിയുന്നില്ല. ആക്ച്വലി ഡിപ്ലോയ് ചെയ്തതിന് ശേഷം ഓക്കെ ഫൈൻ, എന്നിട്ട് നമ്മൾ പോയി നോക്കണം ക്ലസ്റ്ററിൽ, അല്ലെങ്കിൽ നമ്മൾ റൺ ചെയ്ത പൈപ്പ് ലൈനിൻ്റെ ലോഗ്സ് നോക്കണം. അവിടെ സക്സസ് എന്നായാലും ക്രിയേറ്റഡ് എന്ന് കാണും, പക്ഷെ സ്റ്റിൽ ആപ്ലിക്കേഷൻ റണ്ണിങ് ആണോ മിസ്സിംഗ് ആണോ എന്ന് നമ്മൾ ക്ലസ്റ്ററിൽ പോയി നോക്കണം. റൈറ്റ്. ഇനി ഡ്രിഫ്റ്റ് ഡിറ്റക്ഷൻ ബേസിക്കലി മീൻസ് ലെറ്റ്സ് സേ ദർ ആർ 3-4 people in your team and everyone have admin access, or like let's say everyone has the same access. They're authenticating to the cluster, and നമ്മൾ എപ്പോഴാന്ന് പറയുന്നില്ല, can be night, can be day, or whenever it is, they're authenticating to the cluster. They're manually patching the cluster. Let's say പെട്ടെന്ന് റീഡിപ്ലോയ്മെന്റ് 0 ആക്കി, എന്താ സംഭവിക്കാം? ആപ്ലിക്കേഷൻ സ്കെയിൽസ് ഡൗൺ ടു 0, ആപ്ലിക്കേഷൻ ഉണ്ടാവില്ല അവിടെ. സർവീസ് ഡിലീറ്റ് ചെയ്ത എൻ പോയിന്റ് പോയി, നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റില്ല ആപ്ലിക്കേഷനെ. സോ അങ്ങനത്തെ മാനുവൽ ചേഞ്ചസ് ഓർ ലൈക്ക് ഡ്രിഫ്റ്റ്സ് ആണ് പെട്ടെന്ന് ചെയ്യുന്നത് വെച്ചാൽ നമുക്കത് ഒന്നാമത്തെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല ആരാ ചെയ്തതെന്ന്, സെയിം ലെവൽ ഓഫ് പെർമിഷൻ കൊടുത്താൽ. രണ്ടാമത്തെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത് എപ്പോഴായിരിക്കും, ആരായിരിക്കും, എവിടെ നിന്നായിരിക്കും ചെയ്യാൻ. ഓക്കെ, നോ സിംഗിൾ സോഴ്സ് ഓഫ് ട്രൂത്ത് ബേസിക്കലി മീൻസ് നമ്മളിപ്പം ഇമേജ് ബിൽഡ് ചെയ്തു, സംഭവം ഡിപ്ലോയ് ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷെ ആപ്ലിക്കേഷൻ നമ്മളിപ്പോൾ ഇമേജിന്ന് ഓക്കെ ദാറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ സോഴ്സ് കോഡ് സൈഡ്. പക്ഷെ നമ്മളിപ്പോൾ ക്ലസ്റ്ററിൻ്റെ റിസോഴ്സസിൻ്റെ സൈഡിൽ നിന്ന് ആലോചിക്കുകയാണെങ്കിൽ, ഡിപ്ലോയ്മെൻറ്റ്സിൻ്റെയോ അല്ലെങ്കിൽ സർവീസസിൻ്റെയോ കോൺഫിഗ് സൈഡിൽ നിന്ന് ആലോചിക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലും മാനുവലി കയറി റെപ്ലിക്ക സെറ്റ് 0 ആക്കിയാലോ അതല്ലെങ്കിൽ സർവീസ് അടിച്ചു കളഞ്ഞാലോ there is no history or there is no versioning of the changes. ബേസിക്കലി ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം, ഒരു കോമൺ ഇന്റർഫേസ് ഇല്ല ചേഞ്ചസ് വരുത്താൻ. ഓക്കെ, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഗിറ്റോപ്സ് പ്രിൻസിപ്പിൾ ലാസ്റ്റ് ഒരു ഓവർവ്യൂ തന്നു ഗിരീഷ്, പക്ഷെ നമുക്ക് ഒന്നും കൂടെ എന്താണ് ഗിറ്റോപ്സ് എന്നുള്ളൊരു ഓവർവ്യൂ നടത്താം. ബേസിക്കലി ഇൻഫ്രാസ്ട്രക്ചർ ആസ് കോഡ്, IAC. അതിപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ആസ് കോഡ് നിങ്ങൾക്ക് അറിയാം, നമ്മൾ ടെറാഫോമിൻ്റെ സെഷൻസ് ഒക്കെ കഴിഞ്ഞാണ്. ഐ എം നോട്ട് ജസ്റ്റ് സ്പീക്കിംഗ് അബൌട്ട് ഇൻഫ്ര. അതിപ്പോൾ നമുക്ക് പോളിസി ആസ് കോഡ് ഉണ്ട്, നമുക്ക് സെക്യൂരിറ്റി ആസ് കോഡ് ഉണ്ട്, നമ്മളെ കോൺഫിഗറേഷൻ ആസ് കോഡ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് പറയാം എക്സ് ആസ് കോഡ്. സോ വാട്ട് എവർ എക്സ് ആസ് കോഡ്, വെനെവർ ഇറ്റ് ഈസ് വേർഷൻ കൺട്രോൾഡ്, അതായത് പ്രോപ്പർലി ട്രാക്ഡും പ്രോപ്പർലി അപ്ഡേറ്റഡും ആയിട്ടുള്ള വേർഷൻ കൺട്രോൾഡ്. ആൻഡ് ഇഫ് ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഇൻ ദ ടീംസ്, എല്ലാവർക്കും ലൈക്ക് ഈക്വലി പെർമിഷൻ കൊടുക്കാതെ, if we have junior DevOps people, they put a PR, and once their config is good, can be merged, and then only that particular config goes to our system. Okay, and let's say it is all associated with a CD pipeline to ensure that from Git it is going to our cluster. ഞാൻ ക്ലസ്റ്റർ അല്ലെങ്കിൽ കുബർനെറ്റിസ് പറയുന്നത് Argo CD is a continuous delivery tool like exclusively built for Kubernetes. Okay, അതുകൊണ്ടാണ് ഞാൻ മെയിൻലി ക്ലസ്റ്റർ ആൻഡ് കുബർനെറ്റിസ് വെച്ചിട്ടായിരിക്കും ഇന്നത്തെ ഫുൾ സെഷൻസ് ഓടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം അതാണ് ഗിറ്റോപ്സ്. സോ നൗ ലെറ്റ്സ് ഇമാജിൻ വി ഹാവ് എ ഗിറ്റോപ്സ് ടൂൾ ഇൻ പ്ലേസ്. ഇതിപ്പോൾ Argo CD ആണ്. അപ്പോൾ Argo CD വെച്ചിട്ട് നമ്മൾ മാനിഫെസ്റ്റ് ടെസ്റ്റ് ചെയ്തു, ബിൽഡ് ചെയ്തു, റെപ്പോയിലോട്ട് പുഷ് ചെയ്തു, മാനിഫെസ്റ്റ് അപ്ഡേറ്റ് ചെയ്തു. മാനിഫെസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നത് ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ്റെ കോഡുണ്ട്, ആപ്ലിക്കേഷൻ സോഴ്സ് കോഡ് ഒരു റെപ്പോയിലിരിക്കട്ടെ. കോൺഫിഗ്, നമ്മളെ ആപ്പിൻ്റെ കോൺഫിഗ്, വിച്ച് മീൻസ് നമ്മൾ ക്ലസ്റ്ററിനകത്ത് കിടക്കുന്ന റിസോഴ്സസിൻ്റെ കോൺഫിഗ്,
അതൊരു സെപ്പറേറ്റ് റെപ്പോ. അപ്പോൾ 2 റെപ്പോ ഉണ്ട്. ഒന്ന് ആപ്പ് സോഴ്സ് റെപ്പോ ആൻഡ് ഒന്ന് ആപ്പിന്റെ കോൺഫിഗ് റെപ്പോ. ആപ്പിന്റെ കോൺഫിഗ് റെപ്പോയിൽ എന്താണെന്ന് ഡൗട്ട് ഉണ്ടാകും. ഇറ്റ് ക്യാൻ ബി യുവർ ആപ്ലിക്കേഷൻസ് ഡിപ്ലോയ്മെന്റ്, സർവീസ്, ഇൻഗ്രസ്, സീക്രറ്റ്സ്, അങ്ങനത്തെ റിസോഴ്സസ്. ഓക്കെ, അതാണ് ആപ്പ് കോൺഫിഗ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഇനി ആ സെക്കൻഡ് റെപ്പോ ഗിറ്റോപ്സ് റെപ്പോ എന്നായിരിക്കും റെഫർ ചെയ്യുന്നത്. ഓക്കെ, സോ ആപ്പ് സോഴ്സ് റെപ്പോ, ഗിറ്റോപ്സ് റെപ്പോ, രണ്ട് റെപ്പോ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, രണ്ട് റെപ്പോ ആയിട്ട് എന്തിനായിരിക്കുന്നത്, ഒരു റെപ്പോ ആയിട്ട് വെച്ചാൽ പോരെ. രണ്ട് റെപ്പോ ആയിട്ട് വയ്ക്കാൻ പറയുന്നത് is suggested as a best practice. It is not impossible to keep both in one. Best practice ആവാൻ കാരണം ഒന്ന്, നമ്മളിപ്പോൾ ലെറ്റ്സ് സേ റെപ്പോയിലോട്ട് പുഷ് ചെയ്യുമ്പോഴാണ് CI പൈപ്പ്ലൈൻ്റെ ട്രിഗർ വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ലെറ്റ്സ് സേ ഡിപ്ലോയ്മെന്റ് ചിലപ്പോൾ റെപ്ലിക്ക അക്കൗണ്ട് 3 5 ആക്കുന്നതായിരിക്കും. സോഴ്സ് കോഡിൽ ചേഞ്ച് ഉണ്ടാവില്ല, അപ്പോഴും ചിലപ്പോൾ CI പൈപ്പ്ലൈൻ ഓടും. ഓക്കെ, അപ്പോൾ അൺനെസറി ആയിട്ട് CI പൈപ്പ്ലൈൻ ഓടാൻ ചാൻസ് ഉണ്ട്. അതൊന്ന്. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ അത് വേണ്ട, നമുക്കത് ഒഴിവാക്കാൻ പറ്റും. ഓഫ് കോഴ്സ് ബ്രാഞ്ച് പറഞ്ഞു കൊടുത്താൽ മതി. പക്ഷേ അത് ഇസ് ലൈക്ക് കുറേ അൺവാണ്ടഡ് കോംപ്ലക്സ് ലോജിക് ഇൻ ടു അവർ CI പൈപ്പ്ലൈൻ അല്ലേ, എക്സ്ട്രാ സ്റ്റെപ്പാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഹിസ്റ്ററി, വേർഷൻ ഓഫ് ഹിസ്റ്ററി. ഇപ്പം നമ്മൾ കോൺഫിഗിൽ വരുത്തുന്ന ചേഞ്ചസ് കോൺഫിഗ് ഹിസ്റ്ററിയിൽ കിടക്കട്ടെ, സോഴ്സിൽ ആപ്ലിക്കേഷൻ സോഴ്സിൽ വരുത്തുന്ന ഡിഫറൻസ് അവിടെ കിടക്കട്ടെ. പിന്നെ നമുക്ക് പോകെ ഡിസ്കസ് ചെയ്യാം. ഇപ്പം എനിക്ക് ഇത്ര ഓർമ്മ വന്നുള്ളൂ. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഗിറ്റോപ്സ് റെപ്പോയിലോട്ട് അപ്ഡേറ്റ് ചെയ്തു. ഗിറ്റോപ്സ് റെപ്പോ ഒന്ന് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഒരു സൈഡിൽ നമ്മുടെ ക്ലസ്റ്റർ ഉണ്ട്. And inside our cluster, there is an agent, okay, who's running. And the agent is Argo City. And that guy is watching that GitOps repo and is pulling changes from that repo. ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ്സ് എ പുഷ് മോഡൽ നമ്മൾ മുന്നേ നോക്കിയത്. പക്ഷേ ഇപ്പം നമ്മൾ ഡിപ്ലോയ്മെന്റ് സ്റ്റൈൽ മാറി. ഇറ്റ്സ് എ പുൾ മോഡൽ. ഇറ്റ്സ് ഫ്രം ദ ക്ലസ്റ്റർ ദാറ്റ് വി ആർ പുള്ളിങ്. ഓക്കെ, ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, സോ ആസ് ഐ സെഡ്, ഇറ്റ്സ് എ പുൾ മോഡൽ. അപ്പോൾ നമ്മൾ ഗിറ്റോപ്സ് റെപ്പോ അല്ലെങ്കിൽ ഗിറ്റിൽ വി ഹാവ് എ ഡിസയേർഡ് സ്റ്റേറ്റ് ആൻഡ് അത് ഡിക്ലറേറ്റീവ് ആയിരിക്കും. നമ്മൾ ലെറ്റ്സ് സേ നമ്മൾ പഠിച്ചല്ലോ, ഹെൽമിലെ വാല്യൂസും ബാക്കി ചാർട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഗിറ്റോപ്സ് റെപ്പോയിൽ. അപ്പോൾ നമ്മൾ വാല്യൂസ് ഫയൽ അപ്ഡേറ്റ് ചെയ്യും. വാല്യൂസ് ഫയൽ ഇമേജ് ടാഗ് മാറ്റുന്നു. സോ അതായിരിക്കും നമ്മുടെ ന്യൂ ഇമേജ് ടാഗ് അപ്ഡേറ്റ് ആയിട്ടുള്ള ഡിസൈഡ് സ്റ്റേറ്റ് ഓഫ് ദ ക്ലസ്റ്റർ. അവിടുന്ന് ഏജന്റ് ഇൻസൈഡ് അവർ ക്ലസ്റ്റർ ഇസ് വാച്ചിങ് ബോത്ത് സ്റ്റേറ്റ്, ഡിസൈഡ് സ്റ്റേറ്റ്, ആക്ച്വൽ സ്റ്റേറ്റ്. എന്നിട്ട് ആക്ച്വൽ സ്റ്റേറ്റിൽ നിന്ന് ഡിസൈഡ് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യാനുള്ള ഇറ്റ് വിൽ ബി പുള്ളിങ് ഫ്രം ദ റെപ്പോ. ഓക്കെ, Flux is like an alternative for Argo CD. So both are CNCF graduated projects. അപ്പോൾ നമ്മുടെ ടീമിൻ്റെ അതനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്താൽ മതി. Argo CD is famous for its UI. ഫ്ലക്സിൽ അങ്ങനെ ഡെലിബറേറ്റ് ആയിട്ട് ഡിഫോൾട്ട് ആയിട്ട് UI ഇല്ല. അതുകൊണ്ടാണ് Argo CD ഇത്ര ഫേമസ് ആകാൻ കാരണം. ബട്ട് ഫ്ലക്സ് കുറച്ചുകൂടെ ലൈറ്റ് ആണെന്ന് പറയുന്നവരുണ്ട്, ഫ്ലക്സ് പ്രിഫർ ചെയ്യുന്നവരുണ്ട്. അക്കോർഡിംഗ് ടു യുവർ ടീമാണ് നമ്മൾ ടൂൾ ചൂസ് ചെയ്യുക. ഓക്കെ, ഒരു ഗിറ്റോപ്സ് ടൂള് പിക്ചറിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന ആ പ്രോബ്ലംസ് ഒക്കെ മാറി. ദർ ഇസ് എ സിംഗിൾ സോഴ്സ് ഓഫ് ട്രൂത്ത് നൗ. ഗിറ്റിലായിരിക്കും എല്ലാം. ഗിറ്റിലുണ്ടോ അത് തന്നെ ആയിരിക്കും ക്ലസ്റ്ററിൽ ഓടുന്നത്. നമ്മൾ എന്ത് ഡ്രിഫ്റ്റ് ചെയ്യാൻ നോക്കിയാലും, നമ്മൾ എന്ത് ക്ലസ്റ്ററിന്ന് മാറ്റാൻ നോക്കിയാലും അത് ക്ലസ്റ്ററിൽ റിഫ്ലക്റ്റ് ആവില്ല. ലെറ്റ്സ് സേ സമൺ കംസ് ആൻഡ് ഡിലീറ്റ് ദ സർവീസ്. അങ്ങനെ സർവീസ് പോയാലും ഗിറ്റിൽ ആ സർവീസ് ഉണ്ടെങ്കിൽ നമ്മൾ ക്ലസ്റ്ററിൽ ആ സർവീസ് എന്തായാലും ഓടും. അതെന്തായാലും നമ്മൾ ക്ലസ്റ്ററിൽ നിന്ന് പോവില്ല. ഓക്കെ, ക്ലസ്റ്റർ ക്രെഡൻഷ്യൽസ് നമ്മൾ CI/CD സെർവറിൽ വെക്കേണ്ട. ഇപ്പോൾ ജെങ്കിൻസിലായാലും ഗിറ്റ്ലാബിലായാലും എവിടെയായാലും നമ്മൾ പൈപ്പ് ലൈനിൽ ക്ലസ്റ്റർ ഒതന്റിക്കേഷൻ വരുന്ന കേസില്ല. കാരണം എന്താ, നമ്മൾ ക്ലസ്റ്ററിൽ നിന്നിട്ട് പുള്ളിയാണ് ചേഞ്ചസ്. നമ്മൾ Argo CD ഓടുന്നത് ക്ലസ്റ്ററിലാണ്. ഓക്കെ, കണ്ടിന്യൂസ് റിക്കൺസൈൽ ആൻഡ് സെൽഫ് ഹീൽ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു CI/CD നമ്മൾ ഒരു പ്രാവശ്യം ചേഞ്ചസ് ഡിപ്ലോയ് ചെയ്തു, പിന്നെ അങ്ങ് വിട്ടു. നമ്മൾ മാനുവലി കയറി ചേഞ്ച് ചെയ്താലും എന്തൊക്കെ അടിച്ചു കളഞ്ഞാലും റിഫ്ലക്റ്റ് ആവില്ല, നമുക്ക് അറിയാനും പറ്റില്ല. പക്ഷെ ഇവിടെ കണ്ടിന്യൂസ് റിക്കൺസിലേഷൻ ആണ്. ലൈക്ക് ഒരു ലൂപ്പ് പോലെ. യു ഓൾ മസ്റ്റ് ഹാവ് ഹേർഡ് അബൌട്ട് കുബർനെറ്റിസ് കൺട്രോളിന്റെ റിക്കൺസിലേഷൻ ലൂപ്പ് അല്ലേ? നമ്മൾ YAMLs എഡിറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ റിസോഴ്സസ് മാറും. നമ്മൾ YAMLs അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് റിസോഴ്സസിന്റെ സ്റ്റേറ്റ് മാറും. അതെങ്ങനെയാ? കുബർനെറ്റിസിനകത്ത് റിക്കൺസിലേഷൻ ലൂപ്പ് ഉണ്ട്.
അതേപോലെ സിമിലർലി നമുക്ക് ഇവിടെ ഒരു റിക്കൺസിലേഷൻ ലൂപ്പ് വരാണ് നമ്മളെ ആപ്ലിക്കേഷൻ ആസ് കോൺഫിഗ്. ആ കോൺഫിഗ് വാച്ച് ചെയ്യാനായിട്ട് ഇവിടെ ഒരു റിക്കൺസിലേഷൻ ലൂപ്പ് വരാണ്. അപ്പൊ എവറി ബൈ ഡിഫോൾട്ട് 3 minutes ആണ് ആർഗോ സിഡി കൺട്രോളർ ചെക്ക് ചെയ്യുന്നത്. സോ ആ എവറി 3 minutes ബൈ ഡിഫോൾട്ട് അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ഇനിയിപ്പോൾ നിങ്ങളായിരിക്കും 3 minutes കൂടുതലല്ലേ, 3 minutes ഷോർട്ടൻ ആക്കാൻ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, ക്യാൻ ബി കോൺഫിഗർഡ്, ബട്ട് 3 minutes ഇസ് എ സ്റ്റാൻഡേർഡ്. ആൻഡ് ഇപ്പൊ നമുക്ക് ഗിറ്റിൽ നിന്നാണല്ലോ നമ്മൾ ആർഗോ സി ഡി പുൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഗിറ്റിൽ വെബ്ഹുക്ക് ആഡ് ചെയ്താൽ മതി. ഗിറ്റിൽ വെബ്ഹുക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ആ പെർട്ടിക്കുലർ റെപ്പോയിൽ എന്ത് ചേഞ്ച് വന്നാലും ആർഗോ സി ഡി ഗെറ്റ്സ് നോട്ടിഫൈഡ് ആൻഡ് ഹി ക്യാൻ പുൾ ഇറ്റ് ഫ്രം ദർ. ഓക്കെ, ഈസി റോൾ ബാക്ക്. ലെറ്റ്സ് സേ നമ്മൾ മുന്നത്തെ കേസിൽ പറഞ്ഞു CI/CD നമ്മൾ ലേറ്റസ്റ്റ് ടാഗ് എടുത്ത് പുഷ് ചെയ്തു, പക്ഷെ ആപ്ലിക്കേഷൻ പൊട്ടി. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഒന്നും കൂടെ സാധനം ബിൽഡ് ചെയ്ത് വേർഷൻ ചെയ്ത് പുഷ് ചെയ്ത് പിന്നെ രണ്ടാമത് ലേറ്റസ്റ്റ് ഇമേജ് ലൈക്ക് പുൾ ചെയ്യണം. പക്ഷെ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മുടെ ഗിറ്റോപ്സ് റെപ്പോന്റെ ഹെഡാണ് നമ്മൾ വാച്ച് ചെയ്യാൻ കൊടുത്തെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഗിറ്റ് റിവേർട്ട് ചെയ്തിട്ട് ഹെഡ് മാറ്റി കഴിഞ്ഞാൽ you easily have a previous version. You don't have to go back and roll back to whatever state and whatever things you were having before. Full audit trail, every change is reviewed because everything is Git ആണ് source of truth. Whatever changes there in Git, it is reviewed. It is versioned and it is maintained there. Okay. ഇതെല്ലാവർക്കും ക്ലിയർ ആണോ? ആരെങ്കിലും ഒന്ന് അക്നോളജ് ചെയ്യോ? Am I still in the call? Okay അല്ലേ? All good? Okay. Good. Okay. അപ്പോൾ ഇതുവരെ ഐ ബിലീവ് യു ഹാവ് എൻ ഓവർ ഐഡിയ അബൌട്ട് വാട്ട് ഇസ് ആർഗോ സിഡി. അപ്പോൾ ആർഗോ സിഡി നമ്മുടെ ഗിറ്റ് റെപ്പോസിറ്ററിയുടെയും നമ്മുടെ ക്ലസ്റ്ററിന്റെയും ഇടയിൽ ഇരിക്കുകയാണ്. ആൻഡ് ഹി മെയിൻറ്റെയിൻസ് ദ ചേഞ്ചസ് ഫ്രം ഗിറ്റ് ടു ക്ലസ്റ്റർ. ക്ലസ്റ്ററിലാണ് ചേഞ്ചെങ്കിലും ഗിറ്റിൽ നിന്ന് വലിച്ചിട്ട് നമ്മൾ ക്ലസ്റ്ററിന്റെ ഡിസൈഡ് സ്റ്റേറ്റിലോട്ട് മാറ്റും. ആൻഡ് നമ്മൾ ആർഗോ സി ഡി റൺസ് ആസ് പോഡ്സ്. ആർഗോ സി ഡി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആർഗോ സി ഡി മാത്രമല്ല, അതിന്റെ കൂടെ കുറച്ച് ആൾക്കാരും കൂടെ വരും. നമുക്ക് നോക്കാം ആർക്കിടെക്ചർ നോക്കുമ്പോൾ. ആൻഡ് വാച്ചസ് ഗിറ്റ് റെപ്പോസ് കണ്ടിന്യൂസ്ലി മാച്ചസ് ദ ക്ലസ്റ്റർ. ആൻഡ് ആർഗോ സി ഡി ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു, UI ഉണ്ട്, ഇറ്റ് ഹാസ് CLI ആൻഡ് ഇറ്റ്സ് എ ഗ്രാജുവേറ്റഡ് പ്രോജക്റ്റ്. പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് ഡൗട്ട് കാണും, എങ്ങനെയാണ് ആർഗോ സി ഡി ക്ലസ്റ്ററിനകത്ത് റിസോഴ്സസ് വാച്ച് ചെയ്യുന്നത്? Actually, it uses Kubernetes API to watch the cluster resources. Nothing more, nothing less. Okay. So, more than a CD, it's a controller. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ റൂമിൽ തെർമോസ്റ്റാറ്റ് 22 ഡിഗ്രി വെച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ ഡൗൺ അപ്പ് ആയി കഴിഞ്ഞാൽ തെർമോസ്റ്റാറ്റ് ലൈക്ക് ഡസൻ സ്റ്റോപ്പ് വർക്കിംഗ്, റൈറ്റ്? ഇറ്റ് ഓൾവേസ് മെയിൻറ്റെയിൻസ് ദാറ്റ് ടെമ്പറേച്ചർ. അതേപോലെ ഇറ്റ് ഓൾവേസ് മെയിൻറ്റെയിൻസ് ദാറ്റ് state, whatever it's there from the Git. And അതൊരു കൺട്രോളർ ആണ്, more than a simple traditional CD step. Okay. Now ഞാൻ പറഞ്ഞു ആർഗോ സിഡി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആർഗോ സിഡി മാത്രമല്ല, കൂടെ കുറച്ച് ആൾക്കാരും കൂടെ വരും. So this is the high level architecture that we need as beginners. Okay. So we get API server ഉണ്ട്, repo server ഉണ്ട്, application controller ഉണ്ട്. API server is basically to expose ആർഗോ സി ഡി. ഇപ്പം നമ്മൾ UI ആക്സസ് ചെയ്യാണ് അല്ലെങ്കിൽ CLI വഴി ആക്സസ് ചെയ്യുകയാണെങ്കിൽ ആ APIs എക്സ്പോസ് ചെയ്യാനാണ് API server റൺ ചെയ്യുന്നത്. റെപ്പോ സെർവർ എന്ന് വെച്ചാൽ നമ്മൾ ഗിറ്റബ് റെപ്പോ ക്ലോൺ ചെയ്ത് നമ്മളെ YAMLs റെൻഡർ ചെയ്ത് ആർഗോ സി ഡി ഹാവ് ദോസ് ആസ് റോ കുബർനെറ്റിസ് മാനിഫെസ്റ്റ്. ആൻഡ് അവിടെ നിന്ന് നമ്മൾ ക്ലസ്റ്ററിന്റെ സ്റ്റേറ്റ് ലൈക്ക് മാച്ച്ഡ് ആണോ സിങ്ക്ഡ് ആണോ നോക്കാൻ വേണ്ടിയിട്ട്. സോ റെപ്പോ സെർവർ അതിനാണ്. ആപ്ലിക്കേഷൻ കൺട്രോളറാണ് മെയിൻ ബ്രെയിൻ. ദാറ്റ്സ് വൈ ഹീസ് ഇൻ ഡാർക്ക് ഓറഞ്ച് ആൻഡ് ഹീസ് എ മെയിൻ ഗായ്. ലൈക്ക് എപ്പോഴും റിക്കൺസിലേഷൻ ചെയ്യുന്നത് ആപ്ലിക്കേഷൻ കൺട്രോളർ ആയിരിക്കും. നമ്മൾ എന്തെങ്കിലും ഡ്രിഫ്റ്റ് നടത്തിയാലും വേഗം കണ്ടുപിടിക്കുന്നത് ആപ്ലിക്കേഷൻ കൺട്രോളർ ആയിരിക്കും. കാരണം ഹീ ആണ് റിക്കൺസിലേഷൻ ലൂപ്പ് റൺ ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ഗിറ്റ് റെപ്പോ ഉണ്ട് സൈഡിൽ നമ്മുടെ കുബർനെറ്റിസ് API അല്ലെങ്കിൽ വർക്ക് ലോഡ്സും ഉണ്ട്. ഇതാണ് ഒരു ബ്രീഫ് ഐഡിയ അബൌട്ട് ദി ആർക്കിടെക്ചർ ആൻഡ് കമ്പോണൻസ്. ഓക്കെ. ഇനി നമ്മൾ ആർഗോ സി ഡി ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ബേസിക്കലി
എല്ലാം പോഡ്സ് ആയിട്ട് റൺ ചെയ്യും. റെപ്പോ സെർവറും ആപ്ലിക്കേഷൻ കൺട്രോളറും ഇതെല്ലാം പോഡ്സ് ആയിട്ട് റൺ ചെയ്യും. പക്ഷേ വി നീഡ് വൺ മോർ കസ്റ്റം റിസോഴ്സ്. ഇപ്പോൾ CRD അല്ലെങ്കിൽ കസ്റ്റം റിസോഴ്സ് ഡെഫിനേഷൻ എല്ലാവരും കേട്ടാണ്. കുബർനെറ്റിസിന്റെ നേറ്റീവ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഉണ്ടല്ലോ, ഡിപ്ലോയ്മെന്റ്, സർവീസ്, സീക്രട്സ്, ഇൻഗ്രസ്, ഇതൊക്കെ കുബർനെറ്റിസിന്റെ നേറ്റീവ് ആയിട്ടുള്ള റിസോഴ്സ് ആണ്. കുബർനെറ്റിസിന്റെ നേറ്റീവ് ആയിട്ടുള്ള റിസോഴ്സ് അല്ലാതെ നമുക്ക് ഒരു എക്സ്റ്റേണൽ റിസോഴ്സ് വേണം ഇൻസൈഡ് അവർ ക്ലസ്റ്റർ. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. എനിത്തിങ് ഇസ് പോസിബിൾ ഇൻ കുബർനെറ്റിസ്, റൈറ്റ്? അപ്പോൾ കസ്റ്റമായിട്ട് നമുക്കൊരു റിസോഴ്സ് ക്രിയേറ്റ് ചെയ്യാം, ലൈക്ക് എ ഡിപ്ലോയ്മെന്റ്, ലൈക്ക് എ സർവീസ് പോലെ. ആൻഡ് വി ക്യാൻ ഡിഫൈൻ ദം ആസ് YAMLs ആൻഡ് റൺ ദോസ്. അപ്പോൾ അതിനാണ് കസ്റ്റം റിസോഴ്സ് ഡെഫിനേഷൻസ്. ആർഗോ CD നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു കസ്റ്റം റിസോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ആപ്ലിക്കേഷൻ. An application is the object that we need. ആപ്ലിക്കേഷനിലായിരിക്കും നമ്മൾ സ്പെക്കിനകത്ത് സോഴ്സ് ലൈക്ക് വിച്ച് ഇസ് എ റെപ്പോ നമ്മൾ നോക്കണ്ടേ. ലൈക്ക് റെപ്പോ URL കൊടുക്കും, നമ്മൾ പാത്ത് കൊടുക്കും, ടാർഗറ്റ് റിവിഷൻ, മെയിൻ, ഹെഡ്, വാട്ട് എവർ ഇറ്റ് ഇസ്. ആൻഡ് നമുക്ക് വാല്യൂസ് ഫയൽ ആണെങ്കിൽ വാല്യൂസ് ഫയൽസ് അവിടെ പറഞ്ഞു കൊടുക്കും. ഡെസ്റ്റിനേഷനിൽ ഏത് ക്ലസ്റ്ററിലോട്ടാണ് ലൈക്ക് നമ്മൾ ഡിപ്ലോയ്മെന്റ്സ് നടത്തേണ്ടത്, അല്ലെങ്കിൽ ഏത് ക്ലസ്റ്ററാണ് വാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ലോക്കൽ സർവീസിന്റെ URL ആണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഇസ് ബിക്കോസ് ആർഗോ CD ജനറലി നമ്മൾ ഓടുന്ന ക്ലസ്റ്ററിലായിരിക്കും ഇൻസ്റ്റാൾ ചെയ്ത് ഓടിക്കുന്നത്. അപ്പോൾ ലോക്കൽ സർവീസ് URL കൊടുത്തു കഴിഞ്ഞാൽ ലോക്കൽ കുബർനെറ്റിസിന്റെ സെർവറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ക്ലസ്റ്റേഴ്സ് ആണ് മാനേജ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആ കേസിൽ ഒരു റെപ്പോയും ഒരു സെർവറും ഉണ്ടാകും. അപ്പോൾ ആ സെർവർ നമ്മൾ ലോക്കൽ ക്ലസ്റ്റർ അല്ല, ആർഗോ CD കിടക്കുന്ന ക്ലസ്റ്റർ അല്ല, വേറെ ഒരു ക്ലസ്റ്റർ ആണെങ്കിൽ ആ ക്ലസ്റ്ററിന്റെ സെർവർ URL ആയിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ആൻഡ് സിങ്ക് പോളിസിലോട്ട് നമുക്ക് വരാം. നെക്സ്റ്റ് സ്ലൈഡിലാണ്. ഓക്കെ, സോ ആപ്ലിക്കേഷൻ ആയിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഐഡിയ തെറ്റരുത്. ഇവിടെ കുറെ പേർക്ക് ഡൗട്ട് കാണും, ലൈക്ക് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ ആസ് എ ഹോൾ ആയിരിക്കുന്നു. അങ്ങനല്ല. ലെറ്റ്സ് സേ നമ്മൾ മൈക്രോ സർവീസ് ഓടിക്കുന്നത് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഒക്കെ ആയിട്ട്. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്താൽ പോരെ, പറ്റില്ല. ആൻഡ് ലെറ്റ്സ് സേ ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് സെപ്പറേറ്റ് പോലെ നോക്കി, ജസ്റ്റ് ഫോർ ഈസ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി. അപ്പോൾ നമ്മൾ രണ്ട് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യണം, ഒന്ന് ഫ്രണ്ട് എൻഡ്, ഒന്ന് ബാക്ക് എൻഡ്. അപ്പോൾ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ആസ് എ ഹോൾ അല്ല, ഇറ്റ് ഈസ് ദി like single unit of deploying workloads inside Argo CD. Complicated and application is just a bundle of Kubernetes resources which is watched from a Git repo. അത്രയുള്ളൂ, സിമ്പിൾ. ഇനി നമ്മൾ പറഞ്ഞൊരു കേസ്, ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും രണ്ട് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തു, പക്ഷെ അത് വേറെ വേറെ ആയിട്ട് കിടക്കുന്ന ഒരു സുഖമില്ലല്ലോ. അപ്പോൾ അതിന് നമുക്ക് വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്, ആപ്പ് ഓഫ് ആപ്സ് എന്ന് പറയും. അതായത് you can create a parent app and then you can create child apps, and then child apps will be connected to those parent apps. അത് app of apps. അത് more complex applications, മൈക്രോ സർവീസസ് എല്ലാം വരുമ്പോൾ നമ്മൾ ഈസ് ഓഫ് മാനേജ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റാണ് ആപ്പ് ഓഫ് ആപ്സ്. ഇപ്പോൾ തൽക്കാലം നമുക്ക് ആപ്ലിക്കേഷൻ വെച്ച് മൂവ് ചെയ്യാം. ഓക്കെ, ആൻഡ് സിങ്ക്, ഹെൽത്ത് ആൻഡ് ഡ്രിഫ്റ്റ്. സോ ഇത് വൺ ഓഫ് ദ മെയിൻ കോർ ടെക്നോളജീസ് ആണ്. നമ്മൾ ഡെമോ ചെയ്യുമ്പോൾ നമ്മളത് കാണും എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് ഒക്കെ. പക്ഷേ ജസ്റ്റ് ഫോർ ക്ലിയറിങ്, ബേസിക്കലി സിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞു ഗിറ്റബിൽ നമ്മൾ YAMLs എടുക്കുന്നുണ്ട്, ക്ലസ്റ്ററിനകത്ത് നമ്മുടെ റിസോഴ്സ് ഓടുന്നുണ്ട്. സിങ്ക്ഡ് എന്ന് പറഞ്ഞാൽ രണ്ടും സിങ്കിലാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ രണ്ട് സ്റ്റേറ്റ് ആണല്ലോ, ഒന്നില്ലെങ്കിൽ മാച്ച്ഡ് ആയിരിക്കും അല്ലെങ്കിൽ മാച്ച്ഡ് ആയിരിക്കില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇറ്റ് ഇസ് സിങ്ക് ഓർ എൽസ് ഇറ്റ് ഇസ് ഔട്ട് ഓഫ് സിങ്ക്. രണ്ട് സ്റ്റേറ്റ്, അത്രേ ഉള്ളൂ, സിമ്പിൾ. ഹെൽത്ത് സ്റ്റാറ്റസ്, ദിസ് ഇസ് എ നെക്സ്റ്റ് പോയിന്റ് വിച്ച് ഇസ് ലൈക്ക് റിയലി ഗുഡ്. കാരണം നമ്മൾ ആദ്യത്തെ CI/CD പറഞ്ഞപ്പോൾ പറഞ്ഞു, അവിടെ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ബിൽഡ് ചെയ്തു, പിന്നെ നമുക്ക് ആപ്പ് ഓടുന്നുണ്ടോ ആപ്പ് പൊട്ടിയോ ഒന്നും അറിയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഹെൽത്ത് സ്റ്റാറ്റസ് വെച്ചിട്ട് വി ക്യാൻ നോ വെദർ ദ ആപ്പ് ഇസ് ഹെൽത്തി ഓർ വെദർ ഇഫ് ഇറ്റ്സ് പ്രോഗ്രസിങ് എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ആർഗോ CD അതിനെ സിങ്ക് ചെയ്യായിരിക്കും, അതല്ലെങ്കിൽ
ഹീൽ ചെയ്യായിരിക്കും, അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യായിരിക്കും. അതാണ് പ്രോഗ്രസിങ്. ബേസിക്കലി ആർഗോ സി ഡി അതിനെ പഠന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പ്രോഗ്രസിങ് ഒരു മീനിങ്. ആൻഡ് ഡിഗ്രേഡഡ് മീൻസ് there can be something missing in the configuration in our cluster. Missing എന്ന് പറഞ്ഞാൽ റിസോഴ്സ് കാണില്ല, ചിലപ്പോൾ റിസോഴ്സ് ഡിലീറ്റഡ് ആയിട്ട് പോയിട്ടുണ്ടാവും. ഓക്കെ, സോ ദീസ് ആർ ദ 4 health status of each resource. And this is applicable for all the resource, not just deployment, for service, for secrets, for HPA, for whatever resource, even custom resources. Okay, and ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, മാനുവലി നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആർഗോ സി ഡി ഐഡന്റിഫൈസ് ദർ ഇസ് സ്റ്റിൽ എ ചേഞ്ച് ഫ്രം ഗിറ്റ്, റൈറ്റ്? അപ്പോൾ ഡ്രിഫ്റ്റ് ആണത്. അപ്പോൾ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഔട്ട് ഓഫ് സിങ്ക് എന്നുള്ള ട്രിഗർ വരും. ഔട്ട് ഓഫ് സിങ്ക് വരുമ്പോൾ അത് നമ്മൾ സിങ്ക് ചെയ്യും. സിങ്ക് ചെയ്യാൻ 2 രീതിയുണ്ട്, അതാണ് നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നത്. സോ പ്രൊജക്ട് ഇസ് ലൈക്ക് എൻ ഐഡിയ. ലെറ്റ്സ് സേ ദർ ആർ എ ലോട്ട് ഓഫ് ആപ്ലിക്കേഷൻസ്. We can't just deploy those applications as such, അല്ലേ? കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്, നമുക്കൊരു സെഗ്രിഗേഷൻ വേണം. കുറേ ടീംസ് വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും ഈക്വൽ പെർമിഷൻസ് കൊടുക്കണ്ട എല്ലാ ആപ്ലിക്കേഷനിലോട്ടും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ പ്രോജക്ട്സ് ആയിട്ട് അതിന് ക്രിയേറ്റ് ചെയ്യും. ഇറ്റ് ക്യാൻ ബി യൂസ്ഫുൾ ഇഫ് യു ആർ യൂസിങ് മൾട്ടി ക്ലസ്റ്റർ ആസ് വെൽ. നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആപ്ലിക്കേഷൻ ഒരു പ്രൊജക്റ്റിൽ, ആൻഡ് അതിന് സ്പെസിഫിക് ആയിട്ട് നമുക്ക് റൂൾസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തിട്ട് യൂസേഴ്സിന് കൊടുക്കാം. യൂസേഴ്സിന് ആൻസൻ അവർ ഡെവലപ്പേഴ്സ് ഓർ ഡെവലപ്സ് ടീം. ഓക്കെ, ഞാൻ പറഞ്ഞു സിങ്ക് ചെയ്യാൻ 2 രീതിയുണ്ട്. എയ്തർ ഇറ്റ്സ് മാനുവൽ സിങ്ക് ഓർ ഇറ്റ്സ് ഓട്ടോമേറ്റഡ് സിങ്ക്. സോ ഡിഫറൻസ് ബിറ്റ്വീൻ ദം, ആസ് നെയിം സജസ്റ്റ്, മാനുവൽ സിങ്ക് ആണെങ്കിൽ സോ ആർഗോ സി ഡി ഐഡന്റിഫൈസ് ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദി കറന്റ് സ്റ്റേറ്റ് ആൻഡ് ഡിസൈഡ് സ്റ്റേറ്റ്. അപ്പോൾ ആ കേസിൽ ഇറ്റ് ഡസൻ സിങ്ക് ഓട്ടോമാറ്റിക്കലി, പക്ഷെ നമുക്ക് ഔട്ട് ഓഫ് സിങ്ക് എന്നുള്ളത് കാണാം. ഔട്ട് ഓഫ് സിങ്ക് കാണുമ്പോൾ പ്രൊഡക്ഷൻ വർക്ക് ലോഡ് ആണെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ഇഫ് യു ഡു മാനുവൽ സിങ്ക്. കാരണം നമ്മൾ ആക്സിഡൻ്റലി ഗിറ്റിലോട്ട് ഇപ്പോൾ എന്തെങ്കിലും പുഷ് ചെയ്യുകയാണെങ്കിൽ ആ ചേഞ്ച് അവിടെ പെട്ടെന്ന് റിഫ്ലക്റ്റ് ആവാതിരിക്കും. അപ്പോൾ ആ കേസിൽ നമ്മൾ ഓട്ടോ സിങ്ക് ഓഫ് ചെയ്തിടും. ആൻഡ് മാനുവൽ സിങ്ക് ആയിരിക്കും ബൈ ഡിഫോൾട്ട്, ഓട്ടോ സിങ്ക് ഓഫ് ആയിരിക്കും. ഓട്ടോമേറ്റഡ് സിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ഗിറ്റിലോട്ട് പുഷ് ചെയ്താലും 3 minutes റിക്കൺസിലേഷൻ ലൂപ്പ് റണ്ണിങ് ആണെങ്കിൽ അത് ഫെച്ച് ചെയ്ത് ഓട്ടോമാറ്റിക്കലി അത് ഡിപ്ലോയ് ചെയ്യും, നമ്മളായിട്ട് മാനുവലി ഒന്നും ഇന്റർവീൻ ചെയ്യാനില്ല. ആൻഡ് പ്രൂൺ ആൻഡ് സെൽഫ് ഹീൽ ഇസ് ലൈക്ക് എൻ അഡീഷണൽ കോൺസെപ്റ്റ് ദാറ്റ് വി ഹാവ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൂൺ എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് സേ വി ഡിലീറ്റഡ് സംതിങ് ഇൻ ഗിറ്റ്, ആൻഡ് ഫ്രം ക്ലസ്റ്റർ നമുക്ക് ആ റിസോഴ്സ് ഡിലീറ്റ് ആവണം. നമ്മൾ ഗിറ്റിന്ന് ലെറ്റ്സ് സേ നമുക്ക് 2 സർവീസ് ഉണ്ടായിരുന്നു ആപ്ലിക്കേഷൻ എക്സ്പോസ് ചെയ്യാൻ. ഒരു സർവീസ് നമ്മൾ വേണ്ട, അപ്പോൾ നമ്മളൊരു സർവീസ് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഒരു സർവീസ് ഡിലീറ്റ് ചെയ്ത രീതിക്ക് നമുക്ക് നമ്മൾ ക്ലസ്റ്ററിൽ നിന്നും ആ സർവീസ് ഡിലീറ്റ് ആവണം, അല്ലേ? അപ്പോൾ നമ്മൾ പ്രൂൺ ട്രൂ ആക്കിയിടണം, എന്നാലേ ക്ലസ്റ്ററിൽ നിന്ന് ആ സർവീസ് ഡിലീറ്റ് ആവുള്ളൂ. ആൻഡ് ദിസ് വിൽ ബി ഓഫ് ബൈ ഡിഫോൾട്ട്, ആൻഡ് ഇറ്റ്സ് ഫോർ എ സേഫ്റ്റി മെക്കാനിസം. ഇത് ഡിലീഷൻ്റെ കേസിൽ മാത്രമാണ്, ക്രിയേഷനിൽ ഇല്ല. ഓക്കെ, സെൽഫ് ഹീൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാനുവലി കയറി പാച്ച് ചെയ്യുക, ഡിപ്ലോയ്മെന്റ് 0 ആക്കുന്നു, അല്ലെങ്കിൽ സർവീസ് ഡിലീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സീക്രട്സ് എക്സ്പോസ് ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആർഗോ സി ഡി ഡ്രിഫ്റ്റ് മനസ്സിലാക്കിയിട്ട് ഇറ്റ് ഓട്ടോമാറ്റിക്കലി സെൽഫ് ഹീൽസ് ദോസ് റിസോഴ്സസ്. ഓക്കെ, rather than identifying the drift and signaling as out of sync, it self heals. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസ് കേസസ് ബേസിക്കലി മൾട്ടി ക്ലസ്റ്റർ, മൾട്ടി എൻവയോൺമെന്റ് യൂസ് ചെയ്യാം, ക്ലസ്റ്റർ ബൂട്ട് സ്ട്രാപ്പിംഗ് ആത്തോസ്. ആക്ച്വലി ആർഗോ സി ഡി ഇവിടെ തീരുന്നില്ല. നമുക്ക് പ്രോഗ്രസീവ് ഡെലിവറി ലൈക്ക് കെനറി ആൻഡ് ബ്ലൂ ഗ്രീൻ ഡിപ്ലോയ്മെന്റ്സ് അല്ലെങ്കിൽ റോൾ ഔട്ട്സിനായിട്ട് നമുക്ക് ആർഗോ റോൾ ഔട്ട്സ് ഉണ്ട്. ആർഗോ സി ഡി ഇസ് ആക്ച്വലി എ പാർട്ട് ഓഫ് ആർഗോ പ്രോജക്ട്സ് വിച്ച് ഈസ് ലൈക്ക് എ സ്വീറ്റ് ഓഫ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, അതിൽ ആർഗോ വർക്ക് ഫ്ലോസ് ഉണ്ട്, ആർഗോ റോൾ ഔട്ട്സ് ഉണ്ട്, ആർഗോ ഇവന്റ്സ് ഉണ്ട്, എല്ലാം വേറെ വേറെ യൂസ് കേസിനാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതിലൊന്നാണ് ആർഗോ സി ഡി. ആൻഡ് ഡിസാസ്റ്റർ റിക്കവറി പറയുമ്പോൾ ലെറ്റ്സ് സേ നമ്മുടെ ക്ലസ്റ്റർ അടിച്ചുപോയി. ഓക്കെ, ക്ലസ്റ്റർ അടിച്ചുപോയി,
അപ്പോൾ ക്ലസ്റ്റർ അടിച്ചു പോയ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് അപ്ലിക്കേഷൻ റൺ ആവണം. അപ്പോൾ വി ഹാവ് എ DR at one end. Let's say we have a DR cluster one end, and we just have to point the repo, the source and destination to that cluster, and everything will be up in few minutes. നമ്മൾ മാനുവലി പോയി എല്ലാ റിസോഴ്സും അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദിസ് ക്യാൻ ബി ലൈക്ക് റിയലി ഈസി. ഓക്കെ, ആൻഡ് ഇതുവരെ പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ആർക്കെങ്കിലും ഉണ്ടോ? All good, all clear? Okay. Yes. Okay. നമുക്ക് ഇതുവരെ കേട്ട തിയറിയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഡെമോയിലോട്ട് പോകാം. ഡെമോയിലോട്ട് പോകുമ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് എ GitHub repo that I have, and I have added files there. Let's go to that repo, and it's a public repo. You can access it. So ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ it's basically an Nginx application, nothing fancy. So here we have our ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് raw manifest files ആണ്. Like we have deployment YAML, as simple as it. We have 3 replicas and all that. We have a image tag here, a port here and all, and there is a namespace. We can create namespace from here or from the deployment as well, and a service, very basic one. ഇനി യൂഷ്വലി നമ്മൾ ഒരു മിസ്കൺസെപ്ഷൻ ആണ് ആർഗോ CD ഹെൽമിന് വേണ്ടി മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. പക്ഷേ that is actually wrong. It can be used for raw manifest. It can be used for customized കേട്ടുണ്ടാവാം, JSON net കേട്ടുണ്ടാവാം. സോ ഇതിനെല്ലാം നമുക്ക് യൂസ് ചെയ്യാം, ഹെൽമിന് മാത്രമല്ല. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ആകെപ്പാടെ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കസ്റ്റം റിസോഴ്സ് ആണ്, റൈറ്റ്? സോ ആപ്ലിക്കേഷൻ is a resource here, and I have a file here. So as you can see, ഞാൻ എൻ്റെ റെപ്പോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, and I have given the path as well to check. The target revision is going to be head, and ഇവിടെ ഞാൻ സിങ്ക് പോളിസിയിൽ ഓട്ടോമേറ്റഡിൽ പ്രൂണും സെൽഫിയിലും ട്രൂ ആക്കിയിട്ടേക്കാം. സോ എവറിത്തിങ് വിൽ ബി മാനേജ്ഡ് ബൈ Argo CD. I don't have to do anything manually. പക്ഷെ നമുക്കത് പൊളിക്കാം. ഓക്കെ, നമുക്കത് പൊളിച്ചു നോക്കാം. So yeah, let's get started. And in the README, you can actually refer. I have, tried to use kind cluster. So we'll have a local kind cluster with us. And the steps I have on the steps, and Argo CD installation with Helm. I have also installed Argo CD. Application deployment കാര്യങ്ങളൊക്കെ നമുക്ക്. Am I good to go with the demo? Any doubts or anything as of now? One doubt I have. Yeah, go ahead. Thanks, Rima, for the wonderful session. What if my repo is private? Like, how then this Argo be able to authenticate? That's a good question. So I told we have the Argo CD installed. I'm using a public repo, right? So if you're using a private repo, we have an option inside Argo CD to connect our repo, and I'll shortly show that in the demo. Okay. Thanks for that question. It's a good question. Okay. So, good to go with the demo. So can I get some chat? Yes, no. I don't have anything. Okay, hi, thank you. Bye. Right. Let's get started. Okay. So this is my cluster kind Argo CD demo, and yes, this is the node. It's up and running. So just checking the pods and the cluster. So we have Argo CD.
Argo CD controller is running. Application set controller namukku last cover cheyam. Dex server is basically for SSO authentication, and repo server. The rest of servers are you can refer for yourself. We need not go there. Basically, notification servers, or let's say we need a notification once our application is synced or deployed, and we can connect it to Slack or Teams or whichever channel is in. So let's get the Argo CD exposed in a private. So I'm going to port forward the service Argo CD server. Okay. So let it be running in our localhost. Okay, so this is our Argo. Okay, ഇവിടെ ഞാൻ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഐ ഹാവ് ലോഗ്ഡ് ഇൻ ആക്ച്വലി. പക്ഷേ നമ്മൾ ഓക്കെ okay, this is the first interface that you are going to see. It's beautiful orange octavus, and you have a username and password. Basically, when we are getting started with Argo CD, we have an admin user by default, and our admin user password, initial password, will be there at a particular location. And I have given that in the doc. I mean, in the this is an initial password that you can fetch it password. So Argo CD install if you're running it, exposing it in the local. This is the first interface you're gonna get, and admin is a user that is gonna be there. So default. So we have to fetch a particular password from the cluster. Okay. So let's see it. Just give me a minute. Meanwhile, any other ones? All good. Okay, I am back. Thank you. My screen, I'm sharing it once again. Okay. So let's go ahead. Admin is the user, and the password, as I told, we have to use this command and fetch. So I am and yes, this is the password. ഈ കമ്മിങ് നമുക്ക് Argo CD official documentation ആ വയലും കിട്ടും. പെട്ടെന്ന് കംപ്ലീറ്റ് ആകാൻ ഓക്കെ സൈൻ ചെയ്തു. Sign ചെയ്യുമ്പോൾ, as we know last, he asked what if we are using a private repo. If we go to settings of Argo CD, you can see repositories, and there are no repositories connected here. You can connect a repo via such HTTP, and you can provide the password, you can provide the token, and then connect it. And that's how we authenticate to private repo
and Argo CD. Okay, I hope that clears the question. And now about our case. So since it's a public repo, we need not, authenticate or anything. So let's so this is our application name. It's the customers that Argo CD requires to spin our application. Okay, അപ്പോൾ നമുക്കറിയാം ന്യൂ അപ്ലിക്കേഷൻസ് ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല ഇപ്പോൾ. ആൻഡ് ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ് ഈ ഫയൽ. ആൻഡ് ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. Okay, save it's created. Okay. Our application is here, and everything is unknown. Okay. It's refreshing. It's up sync. It's refreshing. Yes, saving it. So as you can see here, this is like മുന്നേ നമ്മൾ ഡിപ്ലോയ് ചെയ്യുമ്പോൾ ഗിറ്റ് നോക്കിയിട്ട് ഒറ്റയടിക്ക് എല്ലാ റിസോഴ്സും കാണാൻ പറ്റില്ല. നമ്മുടെ ക്ലാസ്സിൽ എന്തൊക്കെയാ പിന്നെ പിക്ചർ I have 3 deployment names and service space in my application. So there are 3 players currently, and everything. Hello. Hello. Hello, voice break. Okay, just give me a second. ഇപ്പോൾ audible ആണോ? Okay, thank you. Alright, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾ എവിടം വരെ കേട്ടു? സോറി, നെറ്റ്വർക്ക് ഇഷ്യൂ അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ജനമ. ആപ്ലിക്കേഷൻ അപ്പോൾ ഇത് കണ്ടില്ലേ? റിസോഴ്സസ് അപ്പോൾ ഇത് കണ്ടില്ലേ? അതെല്ലാം ഓക്കെ ആയിരുന്നില്ലേ? ആണോ? ഓക്കെ, ഓൾറൈറ്റ്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ബേസിക്കലി നമ്മളിവിടെ ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാഡ് അവർ Argo CD up and running. So there was a client cluster, and in a client cluster I installed Argo CD using Helm. And അതിന് ശേഷം നമ്മൾ പറഞ്ഞു application is one of the custom resource Argo CD requires to spin up resource. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ സോഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഏത് റെപ്പാണ് നോക്കേണ്ടത്, ടാർഗറ്റ് റിവിഷൻ, പാത്ത് ആൻഡ് ഡെസ്റ്റിനേഷൻ നമ്മൾ ലോക്കൽ ക്ലസ്റ്റർ കൊടുത്തു. ലോക്കൽ ക്ലസ്റ്റർ URL കൊടുത്തത് Argo CD നമ്മൾ ലോക്കൽ ക്ലസ്റ്ററിലാണ് ഓടുന്നത്. മൾട്ടിപ്പിൾ ക്ലസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന കേസിൽ ആ ക്ലസ്റ്ററിൻ്റെ സെർവർ URL ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ഏത് നെയിം സ്പേസിലോട്ടാണ് ആപ്ലിക്കേഷൻ ആൻഡ് റിസോഴ്സസ് ഡിപ്ലോയ് ചെയ്യേണ്ടത്. സിങ്ക് പോളിസിയിൽ നമ്മൾ
മാനുവലും ഓട്ടോമേറ്റഡും ഡിസ്കസ് ചെയ്തു. ഇതിൽ നമ്മൾ ഓട്ടോമേറ്റഡ് ആണ്, പ്രൂൺ ആൻഡ് സെൽഫിൽ ട്രൂ കൊടുത്തിട്ടുണ്ട്, വിച്ച് മീൻസ് എവറിത്തിങ് വിൽ ബി ഹാൻഡിൽ ബൈ Argo CD, നത്തിങ് മാനുവൽ. വി അപ്ലൈഡ് ദ ഫയൽ. അപ്പോൾ ആ മൊമെന്റിൽ തന്നെ ഇത് ക്രിയേറ്റ് ആവുകയാണ് ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടിയും ഡിലീറ്റ് ചെയ്തിട്ട്, ഓക്കെ, ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് there is 3 options here: foreground, background and non-cascading. ഫോർഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഡിലീറ്റ്, ലൈക്ക് നമ്മളെ റിസോഴ്സസ് ഉണ്ടല്ലോ, ഡിപ്ലോയ്മെൻറ്റ്, സർവീസ്, നെയിം സ്പേസ്, എല്ലാ അസോസിയേറ്റഡ് റിസോഴ്സസും ഡിലീറ്റ് ആയിട്ടായിരിക്കും നമ്മളെ മെയിൻ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ആവുന്നത്. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യമേ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ആവും, എന്നിട്ട് ബാക്കിയുള്ള റിസോഴ്സസ് ബാക്ക്ഗ്രൗണ്ടിൽ ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ ഫോർഗ്രൗണ്ടും ബാക്ക്ഗ്രൗണ്ടിലും എല്ലാ റിസോഴ്സസും ഡിലീറ്റഡ് ആയി പോകും. നോൺ കാസ്കേഡിംഗ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ മാത്രം ഡിലീറ്റ് ആവും, പക്ഷേ റിസോഴ്സസ് ക്ലസ്റ്ററിൽ കിടക്കും. ഓക്കെ, ആൻഡ് വേറൊരു സംഭവമുണ്ട്, ഞാൻ ലാസ്റ്റ് കാണിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു, ഫോർഗ്രൗണ്ട് ആണ്, നമുക്ക് റിസോഴ്സ് പോയിട്ട് നമുക്ക് പ്രോഗ്രസിങ് കണ്ടു. ഞാൻ പറഞ്ഞു either if it's in creation or deletion ആയാലും പ്രോഗ്രസിങ് ആയിരിക്കും സ്റ്റേറ്റ് കാണിക്കുക, and it's deleted here. Yes, so if you go to the cluster and please check the pods, there is no Nginx pods. അപ്പം നെറ്റ്വർക്ക് പോയിന്റാണ് ചെയ്തത്, നമുക്കൊന്നുകൂടെ ആപ്ലിക്കേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു, ആൻഡ് യു ക്യാൻ സീ ഹിയർ, സീ ഓൾറെഡി ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് വി ഹാവ് എ റെഡിസ്, റൈറ്റ്? സോ ഓൾറെഡി ക്യാഷ്ഡ് ആയിരിക്കും, അതുകൊണ്ടാണ് പെട്ടെന്ന് വന്നത്. അതെ, സോ ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻ ഡിപ്ലോയ്മെന്റ്, നെയിം സ്പേസ്, സർവീസ് 3 റിസോഴ്സസ് ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് എവറിത്തിങ് ഈസ് ഹെൽത്തി ആൻഡ് എവറിത്തിങ് ഈസ് സിങ്ക്ഡ്. ആൻഡ് ഡിപ്ലോയ്മെന്റിൽ പോവാണെങ്കിൽ വി ക്യാൻ സീ ദ ലോഗ്സ് ഓഫ് അവർ ഡിപ്ലോയ്മെന്റ് ആൻഡ് ഇവന്റ്സ് ആസ് വെൽ. നമ്മളിവിടെ പോഡ്സിൽ പോകണമെങ്കിലോ ഇൻഡിവിജ്വൽ പോഡ് ലോഗ്സും ഇവിടെ അവൈലബിൾ ആയിരിക്കും. ആൻഡ് സമ്മറിയിൽ പോവാണെങ്കിൽ യു ക്യാൻ സീ ദ ഇമേജ്. ഈ ഇമേജ് ഞാൻ ഡോക്കർ ഹബിൽ നിന്നാണ് എടുത്തത്. ഇമേജ് നമുക്ക് കാണാം. കൂടെ ലൈവ് മാനിഫെസ്റ്റ്, നമ്മുടെ ക്ലസ്റ്ററിനകത്ത് ഓടുന്ന ലൈവ് മാനിഫെസ്റ്റ് എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റും. എല്ലാ ഡീറ്റെയിൽസും അവിടെ ഉണ്ട്. ഇത് നമുക്ക് കുറച്ച് വർക്ക് റൺ ചെയ്യാം. ലെറ്റ്സ് സേ എനിക്ക് 3 റിപ്ലിക്ക പോരാ, ഒരു 10 റിപ്ലിക്ക വേണം. ആൻഡ് എന്താ ചെയ്യുക, നമ്മൾ ഡിപ്ലോയ്മെന്റ് യാമിൽ പോകുന്നു, ആൻഡ് വി ആർ ഗോണ എഡിറ്റ്. We can edit 3 replicas to 10, and then we gonna commit change. Copilot is thinking, yes, he got me a message. Then I'm committing it, so it's committed here. Then I come here, and then either I can wait. ഞാൻ പറഞ്ഞു 3 minutes ആണ് ഡിഫോൾട്ട് ആയിട്ട് Argo CD കൺട്രോളിൻ്റെ റിക്കൺസിലേഷൻ ടൈം. അതല്ലെങ്കിൽ എനിക്ക് ഇവിടെ 3 minutes വെയിറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ I can give a refresh button. And if I am refreshing, you can see it was out of sync, and the 10 replicas are being created here. This is what I told. നമ്മൾ ഗിറ്റിനകത്ത് എന്ത് ചേഞ്ച് വരുത്തിയാലും ക്ലസ്റ്ററിലായിരിക്കും ആ ചേഞ്ച് വരുന്നത്. ഇപ്പോൾ ഞാൻ പറയാം, ലെറ്റ്സ് സേ നമ്മൾ ഇനി മാനുവലായിട്ട് നമ്മൾ ക്ലസ്റ്ററിനകത്ത് കയറിയിട്ടാണ് ചേഞ്ച് വരുന്നതെങ്കിൽ, സോ ഇപ്പോൾ നമ്മൾ ഡിപ്ലോയ്മെന്റ് നോക്കുകയാണെങ്കിൽ, ഓക്കെ, നെയിം സ്പേസ് Nginx ഡെമോ നെയിം സ്പേസിൽ Nginx 10 റിപ്ലിക്ക ഓടുന്നുണ്ട്. ഇപ്പോൾ ലെറ്റ്സ് സേ വി ആർ സ്കെയിലിംഗ്, സ്കെയിൽ ഡിപ്ലോയ് Nginx demo is it, and we are seeing replicas. Let it be 0. So it's saying it's scaled. നമുക്കൊന്നും പറയാം, ഇവിടെ നോക്കുമ്പോൾ it's not scaled. Let's say we delete the resource. Okay, delete, deploy minus Nginx demo. Okay, so it's saying it's deleted here,
ലെറ്റ്സ് ചെക്ക് ഇഫ് ഇറ്റ്സ് ഡിലീറ്റഡ്. ഓക്കെ, Nginx ഇവിടെ ഡിലീറ്റ് ആയി. ഓക്കെ, നമുക്ക് കാണുന്നില്ല. ലെറ്റ്സ് സേ വാട്ട് ഇസ് സ്റ്റേറ്റ് ഇൻ Argo CD. Okay, it identified it and it showed it is out of sync. And നമ്മൾ സെൽഫ് ഹീൽ ട്രൂ ആണ്. അപ്പോൾ നമ്മളെ പോർട്സ് എല്ലാം ഒന്നുകൂടെ വന്നു. ഇറ്റ് വാസ് ജസ്റ്റ് ഔട്ട് ഓഫ് സിങ്ക്. നമ്മളെ പോർട്സ് ഓൾറെഡി ഡിപ്ലോയ്മെന്റ് നമ്മൾ ഡിലീറ്റ് ചെയ്തു. ലെറ്റ്സ് സേ സെൽഫ് ഹീലും ഓട്ടോ സിങ്കും ഓഫ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഓട്ടോമാറ്റിക്കലി സിങ്ക് ആയിരിക്കില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ enable auto syncum. So there is an option here. We can go to each resource, each application, and then if you go to details, നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പ്രൊജക്റ്റ് ഞാൻ പറഞ്ഞു ബൈ ഡിഫോൾട്ട് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. മൾട്ടിപ്പിൾ ക്ലസ്റ്റേഴ്സും മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാനും പെർമിഷൻസ് ഇൻഡിവിജ്വലി സെറ്റ് ചെയ്യാനും വേണ്ടി നമുക്ക് പ്രൊജക്റ്റ് യൂസ് ചെയ്യാം. ക്ലസ്റ്റർ, നെയിം സ്പേസ്, എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഓട്ടോ സിങ്കും സെൽഫ് ഹീലും ഓഫ് ചെയ്യാണ്. Prune resources, I've already discussed prune. Okay. ഇനി നമ്മൾ let's delete once again. Okay, so it should be deleted. Yeah, it's deleted. It's saying out of sync. ഇത് ഓട്ടോമാറ്റിക്കലി സിങ്ക് ആവില്ല, നമ്മൾ മാനുവലി സിങ്ക് ചെയ്യണം. നമ്മൾ മാനുവലി സിങ്ക് ചെയ്യുകയാണെങ്കിൽ we get option here, dry run. We get prune option എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ലൈക്ക് ഇപ്പോൾ നമ്മൾ ഗിറ്റിൽ ഡിലീറ്റ് ചെയ്തൊരു റിസോഴ്സ് നമ്മൾ ക്ലസ്റ്ററിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രൂൺ ടിക്ക് ചെയ്യണം, എന്നാലേ അത് വെക്കുള്ളൂ. ഡ്രൈ റൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി സെർവറിലോട്ട് പോവാതെ ഒരു ഡ്രൈ റൺ ആക്ച്വലി സെർവറിലോട്ട് റിഫ്ലക്ട് ചെയ്യാതെ ഒരു ഡ്രൈ റൺ പോലെ യൂസ് ചെയ്യാം. അപ്ലൈ വൺസ് ആസ് ദ നെയിം സജസ്റ്റ്, അപ്ലൈ വൺസ് ആൻഡ് ഫോഴ്സ്. നമ്മൾ ഫോഴ്സ് ആയിട്ട് സിങ്ക് ചെയ്യുക, അതല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം നമ്മൾ സിങ്ക്രണൈസ് ജസ്റ്റ് കൊടുക്കണം. സിങ്ക് ചെയ്യുമ്പം നമ്മളെല്ലാ ആപ്ലിക്കേഷൻസും വന്നു. ഓക്കെ, ആൻഡ് ഹിസ്റ്ററി ആൻഡ് റോൾ ബാക്ക് നോക്കുകയാണെങ്കിൽ വി ഡിഡ് 3 എഡിറ്റ്സ്. അപ്പം ആ 3 എഡിറ്റ്സും യു ക്യാൻ സീ ഈച്ച് കമ്മിറ്റ്, അതേപോലെ തന്നെ ഓതറും എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. എന്ത് ഓട്ടോമേറ്റഡ് സിങ്ക് പോളിസി ആയിരുന്നു, എന്താണ് ലൈക്ക് വാട്ട് ഇസ് ഇനീഷ്യേറ്റഡ്, എല്ലാം. ഈവൻ സോഴ്സ് പാരാമീറ്റേഴ്സിൽ നമുക്കില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ ECR അല്ലെങ്കിൽ ഡോക്കർ ഹബ് അല്ലാതെ ഒരു ECR റെപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രജിസ്ട്രിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഡീറ്റെയിൽസും ഇമേജ് ടാഗും എല്ലാം നമ്മളിപ്പോൾ ഹെൽം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഹെൽമിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ എൻവയോൺമെന്റ് വേരിയബിൾസും എല്ലാം നമുക്ക് ഡീറ്റെയിൽസിൽ കാണാൻ പറ്റും. ഇവിടെ ഞാനിപ്പോൾ ഡെമോക്ക് വേണ്ടി യൂസ് ചെയ്തത് റോ കുബർനെറ്റിസ് മാനിഫെസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ലിമിറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ഹൈ ലെവൽ ഡെമോ ഓഫ് Argo CD. And this is not just the view. You can toggle with the view here like this. This is also available, and this is one of the reasons why Argo CD is so famous. The UI, it's pretty plain. Yeah, and couple of other topics ഉണ്ട് ആക്ച്വലി. പറയുന്ന പോലെ ഇത് എന്താ കഥ ഇനിയാണ് ആരംഭിക്കുന്നതെന്ന് പറയില്ലേ, കഥ ഇനിയാണ് ആരംഭിക്കുന്നത് പറയുന്ന പോലെ ആർഗോ റോൾ ഔട്ട്സ് ഉണ്ട്. ബേസിക്കലി കനറി അല്ലെങ്കിൽ ഒരു ബ്ലൂ ഗ്രീൻ ഡിപ്ലോയ്മെന്റ്സ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. മാനുവലി ട്രാഫിക് സ്വിച്ച് ചെയ്യാതെ, മാനുവലി എല്ലാം കൊടുക്കാതെ ആർഗോ റോൾ ഔട്ട് വെച്ച് പെയർ ചെയ്തിട്ട് നമുക്കത് ഈസിലി ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് കംസ് ആസ് എൻ അനദർ പാർട്ട് ഓഫ് ആർഗോ പ്രോജക്ട്സ്. ആപ്പ് ഓഫ് ആപ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് മൾട്ടിപ്പിൾ ആപ്സ് ഉണ്ടെങ്കിൽ ചൈൽഡ് ആപ്പും ഒരു പാരന്റ് ആപ്പും വെച്ചിട്ട് നമുക്കത് കൺട്രോൾ ചെയ്യാം. ആർഗോ വർക്ക് ഫ്ലോസ് ഉണ്ട്. ബേസിക്കലി കണ്ടെയ്നർ നേറ്റീവ് ആയിട്ടുള്ള പൈപ്പ് ലൈൻസിനാണ് ആ ഐഡിയ ഉള്ളത്. ആർഗോ CD ഇമേജ് അപ്ഡേറ്റർ, ഇറ്റ് ഈസ് എ വെരി ഗുഡ് ഓൾട്ടർനേറ്റീവ്. ഇപ്പം ഞാൻ ആദ്യമേ നമ്മൾ തുടക്കത്തിൽ ഒരു സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ടായി. ഇവിടെ ടെസ്റ്റ് ചെയ്ത് ബിൽഡ് ചെയ്ത് പുഷ് ചെയ്തു. ഇമേജ് ടാഗ് നമ്മൾ മാനിഫെസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തു. ഇത് ഇപ്പോൾ ചെയ്യുന്നത് നമ്മൾ ഗിറ്റോപ്സ് റെപ്പോയിലോട്ട് മാനിഫെസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ CI പൈപ്പ് ലൈനിൻ്റെ ജോബാണല്ലോ. പക്ഷേ ലെറ്റ്സ് സേ നമുക്ക് അതും CI പൈപ്പ് ലൈനിൽ മാറ്റണം. അതായത് നമ്മൾ റെപ്പോ ഡോക്കർ ഹബ് ആയാലും
ECR റെപ്പോ ആയാലും അഷ്യൂർ റെപ്പോ ആയാലും എന്ത് റെപ്പോ ആയാലും നമ്മളെ ഇമേജ് വന്ന ഉടനെ നമ്മളെ GitOps files, it can be Helm, it can be any other templating files as well. അതിലോട്ട് ഓട്ടോമാറ്റിക്കലി ഇമേജ് അപ്ഡേറ്റ് ആയി ആർഗോ CD തന്നെ അത് ഹാൻഡിൽ ചെയ്യും. അതിനാണ് ആർഗോ CD ഇമേജ് അപ്ഡേറ്റർ കോൺസെപ്റ്റ് ഉള്ളത്. സോ അത് എല്ലാവരും യൂസ് ചെയ്യുന്നൊരു കോൺസെപ്റ്റാണ്. KArgo or Cargo comes on top of Argo CD. ഇപ്പോൾ ലെറ്റ്സ് സേ നമ്മൾ ഡെവ് സ്റ്റേജ് പ്രോഡ് ഉണ്ട്. ഡെവ് സ്റ്റേജ് പ്രോഡ് ഡെവില് ആപ്സ് റണ്ണായി ഓക്കെയാണ്, സ്റ്റേജിൽ ആപ്സ് റണ്ണായി ഓക്കെയാണ്. നമുക്ക് പ്രോഡിൽ സെപ്പറേറ്റ് ഡിപ്ലോയ് ചെയ്യാതെ ഡെവിനും സ്റ്റേജിൽ നിന്നും തന്നെ ആപ്സിനെ പ്രൊമോട്ട് ചെയ്ത് പ്രോഡിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതാണ് KArgo അതല്ലെങ്കിൽ കാർഗോ ആ ടൂൾ ചെയ്യുന്നത്. അവിടെ കൊണ്ട് അത് തീരുന്നില്ല. ഇപ്പം മൾട്ടിപ്പിൾ ക്ലസ്റ്റേഴ്സ്, മൾട്ടിപ്പിൾ റീജിയൻ ഉള്ള മൾട്ടിപ്പിൾ ക്ലസ്റ്റേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്തും പ്രൊമോഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻസിൻ്റെ പ്രൊമോഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അത്. പിന്നെ നമ്മൾ ആർഗോ CD ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് ആപ്ലിക്കേഷൻ സെറ്റ് കൺട്രോളർ എന്ന് പറഞ്ഞിട്ടൊരു ഇത് കണ്ടു. നമ്മളിപ്പോൾ ഇവിടെ ഒരു ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്തത് അല്ലേ. അപ്പോൾ ലെറ്റ്സ് സേ വി ഹാവ് 5 എൻവയോൺമെൻറ്റ്സ്. അപ്പോൾ 5 ആപ്ലിക്കേഷൻ വന്നേ. 5 ആപ്ലിക്കേഷൻ വന്നു. ഇനി നമ്മളൊരു 10 ക്ലസ്റ്റർ ഓടിക്കുന്നുണ്ടെന്ന് വെച്ചോ. അപ്പോൾ 10 ക്ലസ്റ്ററിൽ 5 എൻവയോൺമെന്റ് വെച്ചിട്ട് നമ്മൾ ഓരോ ആപ്ലിക്കേഷനും 50 ആപ്ലിക്കേഷൻ വരും. വി കാൺഡ് അപ്ലൈ എ സിംഗിൾ ആപ്ലിക്കേഷൻ ഫയൽ 50 ടൈംസ് ഓർ ലൈക്ക് 10 ടൈംസ് ഓർ ലൈക്ക് ഈവൻ 5 ടൈംസ്. അപ്പോൾ ആപ്ലിക്കേഷൻ സെറ്റ് കൺട്രോളർ എന്ന് വെച്ചാൽ ഈ കസ്റ്റം റിസോഴ്സായ ആപ്ലിക്കേഷൻ്റെ ടെംപ്ലേറ്റഡ് ഫയലായിരിക്കും. നമ്മൾ ആപ്ലിക്കേഷൻ സെറ്റ് മാത്രം ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻസ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവും. ആപ്ലിക്കേഷൻസ് എന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ YAMLs ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവും. അപ്പോൾ നമ്മളെ ഹെഡേക്ക് കുറച്ചുകൂടെ കുറയും. അപ്പം ആപ്പ് ഓഫ് ആപ്സ് പറഞ്ഞു, ആപ്ലിക്കേഷൻ സെറ്റ് കൺട്രോളർ പറഞ്ഞു, ആർഗോ CD ഇമേജ് അപ്ഡേറ്റർ പറഞ്ഞു. ദീസ് ആർ 3 points that I wanted for you to know. ബാക്കിയെല്ലാം നിങ്ങളെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ആർഗോ റോളൗട്ട് ആയാലും വർക്ക് ഫ്ലോ ആയാലും പിന്നെ ഇവൻറ്റ്സ് ആയാലും KArgo ആയാലും എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന CI/CD പൈപ്പ് ഉണ്ടാവും. അതിനകത്ത് CD സെപ്പറേറ്റ് അല്ലാതെ എല്ലാം CIയിൽ ജാം ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമ്മൾ റിസോഴ്സസ് കുബർനെറ്റീസിലെ റിസോഴ്സസ് ഒരു സിംഗിൾ സോഴ്സ് ഓഫ് ട്രൂത്ത് GitHub അല്ലെങ്കിൽ ഗിറ്റിൽ നിന്ന് നമ്മൾ വാച്ച് ചെയ്യാതെ ചിലപ്പോൾ മാനുവലി എഡിറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ റിസോഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ആയിരിക്കും GitHubലോട്ട് നമ്മൾ പിന്നെ കോഡ് ചേഞ്ച് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യുന്നത്. അതൊക്കെ പൊതുവെ ഇപ്പോഴും കാണുന്ന പ്രാക്ടീസസ് ആണ്. പക്ഷേ GitOps പ്രിൻസിപ്പിൾ എൻകോപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫെയിലിയറിനോ ഒരു മിസ്ഹാപ്പിനോ ഒന്നും അവിടെ ഒരു പഴുതും കൊടുക്കുന്നില്ല നമ്മൾ. ഓക്കെ, അപ്പം ഇതൊക്കെയായിരുന്നു എനിക്ക് ഇന്നത്തെ സെഷനിൽ നിങ്ങൾക്ക് വേണ്ടി വെച്ചിരുന്ന മെസ്സേജസ്. 1 hour ആയി നമ്മുടെ സെഷൻ. എല്ലാം ഓൾമോസ്റ്റ് കവേർഡാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇനി ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടോ? Am I audible? Hello? Yes. Okay. Thank you, Avijit. എല്ലാം ക്ലിയർ ആണോ? എല്ലാവർക്കും എല്ലാം മനസ്സിലായോ? ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റിലിടാം. അതെല്ലാം ഞാൻ ഗ്രൂപ്പിലുണ്ട് DBSന്റെ. അപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് ആർക്കും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയും ഇടാം, ഞാൻ റിപ്ലൈ ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ സെഷൻസിൽ എന്ത് ഡൗട്ട്സ് ആണെങ്കിലും നിങ്ങൾക്ക് സെഷൻ കഴിഞ്ഞിട്ടായാലും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വണ്ടർഫുൾ ഫാക്റ്റ് കിട്ടുകയാണെങ്കിൽ ആർഗോ CDയുടെ സൈറ്റിൽ പോയാൽ ആക്ച്വലി നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം കാണാം. സെക്യൂരിറ്റി കൺസിഡറേഷൻസ് ഉണ്ട്. സെക്യൂരിറ്റി കൺസിഡറേഷൻ പറയുമ്പോൾ ഈ ടൂൾ ഞാൻ പറഞ്ഞു 2018 നമ്മൾ റിസോഴ്സ് പ്രോജക്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് ഇപ്പോൾ ഗ്രാജുവേറ്റഡ് ആണ് CNCF. പക്ഷെ സ്റ്റിൽ ഇറ്റ് ഈസ് അണ്ടർ അപ്ഡേറ്റ്സ് ആൻഡ് സ്റ്റഫ്. അപ്പോൾ സെക്യൂരിറ്റി വൾനറബിലിറ്റീസ് വരുമ്പോൾ ഓരോരുത്തർ ഫ്ലാഗ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റി വൾനറബിലിറ്റീസ് ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാം ലൈക്ക് മാറ്റ് ഹാമിൽട്ടൺ ഓഫ് ഇന്ന കമ്പനി മീഡിയത്തിൽ ഒരു സെക്യൂരിറ്റി വൾനറബിലിറ്റി ലൈക്ക് റേസ് ചെയ്തു, അതല്ലെങ്കിൽ വേറെ ആൾക്കാർ സെക്യൂരിറ്റി വൾനറബിലിറ്റീസ്. അപ്പോൾ ഇതൊക്കെ കാര്യങ്ങളാണ്.
ഇപ്പോൾ നടക്കുന്ന ഇത് കോഡ് യു ഹാവ് കമ്മ്യൂണിറ്റി. അപ്പോൾ അവിടെ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക, നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയത് എന്തെങ്കിലും പുതിയ ഫീച്ചർ അല്ലെങ്കിൽ എന്തെങ്കിലും ബഗ്ഗോ അല്ലെങ്കിൽ ഡോക്യുമെന്റേഷനിൽ എന്തെങ്കിലും ചെറിയൊരു സാധനമായാലും നിങ്ങൾക്കായ രീതിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂട്ടർ ആയി, അല്ലെങ്കിൽ നിങ്ങളും Argo പ്രോജക്റ്റിന്റെ പ്രൊഫൈൽ എല്ലാം ഇൻക്രീസ് ചെയ്യുക. അതേപോലെ discover yourself and learn, teach others, network others. Yeah, that's it from my side. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ചാറ്റിലിടാം, അല്ലെങ്കിൽ നമുക്ക് എൻഡ് ചെയ്യാം സെഷൻ. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഓക്കെ, ഐ ഗെസ് വി ആർ ഗുഡ് ടു കൺക്ലൂഡ്. അപ്പം എങ്ങനെയാ കൺക്ലൂഡ് ചെയ്യല്ലേ? Can I see some yes in the chat? Okay. All right. Okay, all right. Thank you. Feedback form ഞാൻ DBS ഗ്രൂപ്പിൽ ഡയറക്റ്റ്ലി ഇട്ടേക്കാം, നിങ്ങൾ അതിൽ ഫിൽ ചെയ്താൽ മതി. യാ, താങ്ക് യു. ഫീഡ്ബാക്ക് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയി അറിയിക്കുക, അങ്ങനെയാണ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക ബേസിക്കലി. അപ്പോൾ യാ, താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. യാ, താങ്ക് യു. Good night. Bye-bye. See you all for next session.